നമസ്കാരം. പുതിയൊരു മാസത്തിലേക്ക് ഏവരും പ്രവേശിക്കുകയാണ്. നാളെ ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ മക്കളോ കുടുംബാംഗങ്ങളോ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് ചില സൗഭാഗ്യങ്ങൾ തേടിയെത്താം. കാരണം വീട്ടിന് വളരെ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ഈ മാസം ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. നാളെ നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ വന്നു ചേരുകയും ആ അവസരങ്ങൾ കൃത്യമായി തന്നെ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ വളരെയധികം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കുടുംബത്തിൽ സ്വസ്ഥത വന്നു ചേരുവാനും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നതിനാൽ പല കാര്യങ്ങളിലും അനുകൂലമായ കാര്യങ്ങളും വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നവീകരിക്കാനുള്ള പദ്ധതികൾ, ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം യാത്രാ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ജോലി ലഭിക്കുവാനും വിദേശത്ത് ജോലി ലഭിക്കുവാനും സാധ്യത കൂടുതലാകുന്നു. കരാർ പണികൾ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ഗ്രഹാനുകൂല്യം ഉള്ളതിനാൽ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി വന്ന് ഭവിക്കാം. നക്ഷത്രനാഥനായ സൂര്യന് സ്വക്ഷേത്ര ബലം വരികയാൽ ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ഇരട്ടിക്കുന്നതാകുന്നു. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായ ചില കാര്യങ്ങളും വന്നു ചേരാം. ഉദ്യോഗത്തിൽ ഉന്നതിയിലെത്തുവാൻ സാധിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ നൽകുവാൻ, അനുകൂലമായ കാര്യങ്ങൾ നൽകുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ ഇവർ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഈ മാസം വന്നു ചേരുന്ന ആനുകൂല്യങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാർക്കും ഈ സമയം പൊതുവിൽ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തീരുമാനിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. വിദഗ്ധരുടെ അഭിപ്രായം തേടുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. ഈ സമയം ആലസ്യം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പിടിപെടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. സുഖഭക്ഷണയോഗം ജീവിതത്തിലേക്ക് കടന്നു വരാം. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെ വീണ്ടും കാണുവാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ചില യാത്രകൾ ചെയ്യേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കുക. യാത്രകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നെത്തും എങ്കിലും ധനവരവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളോ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളോ കൂടുതലാകുന്നു. ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതായ സമയമാണ്. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷമായി ബാധിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമാണ് സമയം. ചില യാത്രകൾ ചെയ്യേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടതായ ചില രേഖകൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങൾ കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം മുഖം നോക്കാതെ ചില നടപടികൾ നിങ്ങൾക്ക് എടുക്കേണ്ടതായി വരാം. അത് ശത്രുക്കൾ വർദ്ധിക്കുന്നതിനോ ശത്രുത വന്നു ചേരുന്നതിനോ കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. കരാറുകൾ, ജോലി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ചില യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ യാത്രകൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രധാനമായും അപകട സാധ്യതകൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാൻ ശ്രമിക്കുക. ചില തടസ്സങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണം. ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക.
നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ദൗത്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള ചില പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിക്കായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണാം. കൂടാതെ ഈ സമയം മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അഥവാ മംഗളകരമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വിശ്വസിക്കുന്നവരുമായി ബന്ധപ്പെട്ടോ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുള്ളതല്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഈ സമയം പഠനത്തിൽ ശോഭിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പ്രധാനമായും പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിദേശത്താണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. ചതയ നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതി കൂടുതൽ അനുകൂലമായി തീരും. ചില അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. തൊഴിൽപരമായും ചില അവസരങ്ങൾ വന്നു ചേരാവുന്നതുമാണ്. ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് ഇത്. കടബാധ്യതകൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കടബാധ്യതകൾക്ക് ആശ്വാസം വന്നു ചേരുന്ന സമയമാകുന്നു. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുവാൻ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. കൂടാതെ ഈ സമയം കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ആരെയും പൂർണ്ണമായും വിശ്വസിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ചില അസുഖങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. കുടുംബത്തിലുള്ള ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിദേശ യാത്രകൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. പ്രധാനമായും ചില അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ, ബിസിനസ് പരമായി ചില കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൈകളിലേക്ക് ധനം വന്നു ചേരും. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിനാൽ ഇത്തരത്തിൽ ധനം നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. തൊഴിലുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുക.